പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സെപ്റ്റംബർ മുതലാണ് അതിനെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടു തുടങ്ങി. ഇപ്പോഴും നമ്മളത് കേൾക്കുകയും അത് വലിയ ചർച്ചാ വിഷയമായി തുടരുകയും ചെയ്തു. നവംബർ 20 ആയപ്പോൾ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ കോന്നി MLA-യും 40 വർഷക്കാലമായിട്ട് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയും ചെയ്യുന്ന CPM-ൻ്റെ പ്രതിനിധിയായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ A. പത്മകുമാർ ജയിലിലായി നവംബർ 20 ആയപ്പോൾ. അത് കഴിഞ്ഞ് ഡിസംബർ 20 കഴിഞ്ഞ് ജനുവരി 20 കഴിയുന്നു. ഫെബ്രുവരി 20 ആകുമ്പോഴത്തേക്ക് 3 മാസമാകും. അയാൾ ഇപ്പോഴും ജയിലിലാണ്. അയാൾ ഏതാണ്ട് 2.5 മാസക്കാലത്തിലധികമായി ജയിലിലായിട്ടും അയാൾ ഇതുവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ ഈ ഗൂഢാലോചനയിൽ പ്രമുഖ പങ്ക് വഹിക്കുന്ന ആളാണെന്ന് 2 കീഴ്ക്കോടതികൾ, കൊല്ലത്തെ വിജിലൻസ് കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ പ്രധാനപ്പെട്ട പ്രതിയാണെന്ന്. അതുകൊണ്ട് അയാളെ പുറത്താക്കാനായിട്ട് CPM-ന് ഒരു പുതിയ രേഖയുടെ ആവശ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതി റിപ്പോർട്ട്, കൊല്ലം വിജിലൻസ് കോടതി ജനുവരി 7 മറ്റേ ഇറക്കിയിട്ടുള്ള വിധിന്യായം ഉണ്ടായെടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ മതി. പക്ഷേ 2.5 മാസം കഴിഞ്ഞിട്ടും അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. അയാൾക്കൊരു നടപടിയില്ല. ഈ സമയത്താണ് എന്താണ് ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവിനെ കണ്ണൂരിൽ ഇതുപോലെ തന്നെ നവീൻ ബാബുവായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മേൽ അവരെ പുറത്താക്കിയത്. PP ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. പുറഭാഗത്ത് പയ്യന്നൂർ MLA ആയിട്ടുള്ള TI മധുസൂദനൻ നടത്തിയിട്ടുള്ള ഫണ്ട് വെട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന V. കുഞ്ഞികൃഷ്ണനെ കൊല്ലം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ A. പത്മകുമാറിനെതിരെ ഇത്രയേറെ വിധികളുണ്ടായിട്ടും ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതിനെ തുടർന്ന് 2.5 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന A. പത്മകുമാറിന് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും അയാൾ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ അയാൾക്കൊരു നടപടിയില്ല. ഇപ്പോഴും അയാൾ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. ഈ നിലയിൽ പോയാൽ ഫെബ്രുവരി 20 ആകുമ്പോഴത്തേക്കും 3 മാസം കഴിയും. 3 മാസം കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയാൽ പുറത്തു വരും. സ്വാഭാവിക ജാമ്യം കിട്ടിയാൽ പുറത്തു വരുമ്പോൾ അയാൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ A. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. N. വാസു എന്ന് പറയുന്ന അടിമുടി CPM-കാരനായിട്ടുള്ള ഒരാൾ ജയിലിൽ കിടക്കുന്നു. അയാളും ഏതാണ്ട് 3 മാസമായിട്ട് ജയിലിൽ കിടക്കുന്നു. മറ്റു പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. മുരാരി ബാബു ഇതുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ CPM-ആയിട്ട് ബന്ധമുള്ളവരാണ്. ഇങ്ങനെ തങ്ങളുടെ 2 രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു. അവർക്കെതിരെ കോടതി വിധികൾ ഒന്നിലധികമുണ്ട്. അവർ ഈ പെരുങ്കൊള്ളയിൽ പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞു എന്നും പറഞ്ഞ് കോടതി വിധികളുണ്ട്. എന്നിട്ടും ആ രാഷ്ട്രീയ നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാൻ തയ്യാറാവാത്ത CPM ഉളുപ്പില്ലാതെ വന്ന് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ഉളുപ്പില്ലാത്ത, ലജ്ജയില്ലാത്ത ഈ ഗോവിന്ദനും കൂട്ടരും വന്നിട്ട് സോണിയാഗാന്ധിയെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കണ്ടു. കൂട്ടത്തിൽ ആൻ്റണിയും അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ വാദങ്ങളുമായി ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് വരികയാണ് ഈ ഗോവിന്ദനും കൂട്ടി. എന്താണ് നമ്മളതിന് മറുപടി പറയുന്നത്? സുഹൃത്തുക്കളെ, ഇവരുടെ പാർട്ടിയുടെ 2 പേര് 2.5 മാസക്കാലമായി ജയിലിലാണ്. അവർ ഈ കുറ്റത്തിൽ പ്രഥമ ദൃഷ്ട്യാ പങ്കാളികളായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന അവരൊരു പങ്കാളിയായിട്ടുണ്ടെന്നും കോടതികളുടെ വിധിന്യായങ്ങൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിമാൻഡ് റിപ്പോർട്ടുകൾ, കസ്റ്റഡി അപേക്ഷകൾ, എത്രയൊക്കെ രേഖകൾ വേണം? അപ്പം അങ്ങനെ ഈ പ്രതികൾ 2.5 മാസക്കാലമായി ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ പൊട്ടന്മാർ വന്നിട്ട് സോണിയാഗാന്ധിയെ കണ്ട് ചരട് കെട്ടിയതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, അവരെ അറസ്റ്റ് ചെയ്യണം. എന്തൊരു വിവരം കെട്ടവന്മാരാണ് ഇവരെന്ന് ആലോചിച്ച് നോക്ക്.
എന്നിട്ട് പറയുകയാണ് സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ എന്തുമാത്രം സുരക്ഷാ സംവിധാനങ്ങളുള്ളതാണ്, ആ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കടന്ന് ചെന്നിട്ടല്ലേ ചരട് കെട്ടിയത്. ഇവിടെ എത്ര അസംബന്ധമെന്ന് ആലോചിച്ചു. സോണിയാഗാന്ധിക്ക് സുരക്ഷയുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ ആർക്കാണ് സംശയമുള്ളത്? പക്ഷേ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഉള്ള ആളുകൾ വരുമ്പോൾ അവർ വന്ന് ഇവരെ കണ്ടിട്ട് ഒരു ചരട് കെട്ടി പോകുന്നു എന്നുള്ളതിന് എന്ത് പ്രാധാന്യമാണുള്ളത് സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കും. എന്ന് മാത്രമല്ല ആൻ്റോ ആൻ്റണി വന്നിട്ട് പറഞ്ഞ എന്താണ്, അത് 2013 2014 മറ്റോ ചെയ്ത കാര്യമാണെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കും. എന്നിട്ട് ആൻ്റോ ആൻ്റണി ചോദിച്ചു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ സോണിയാഗാന്ധിയെ കാണുമ്പോൾ സോണിയാഗാന്ധിക്ക് എന്ത് പ്രായക്കുറവാണ് അതിനകത്ത്? സോണിയാഗാന്ധി ഇപ്പോഴായിരുന്നെങ്കിൽ സോണിയാഗാന്ധി രോഗാതുരയാണ്. 2013 2014 മറ്റോ ആണ് ഇയാൾ അവിടെ പോയി കണ്ടിട്ടുള്ളത്. അപ്പം മണ്ഡലത്തിലെ MP എന്നുള്ള നിലയിലൊക്കെ പിന്നെ ആൻ്റോ ആൻ്റണി കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയിട്ട് അവരവരുടെ വഴിക്ക് പോയി. എന്തൊരു അബദ്ധമാണ് ഇവർ വിളിച്ചു പറയുന്നത് ആലോചിച്ച് നോക്കും. എന്ന് മാത്രമല്ല, അന്ന് ഈ കൊള്ള പുറത്ത് വന്നിട്ടുണ്ടോ? ഈ കൊള്ള പുറത്ത് വന്നത് 2019 2025 ഇടയിലല്ലേ? അന്ന് ഈ പെരുങ്കൊള്ള എന്തെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അന്ന് ശബരിമലയിൽ നിന്ന് ഒരു പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു, വന്നൊരു ചരട് കെട്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അവരെത്രയല്ലേ അതിനകത്ത് സംഭവിച്ചിട്ടുള്ളൂ? വേറെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഇത്രയേറെ പരിതാപകരവും ദയനീയവുമാണ്, ദാരുണവുമാണ് ഈ CPM-ൻ്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളതിൻ്റെ തെളിവല്ലേ നമ്മൾ ഈ കാണുന്നത്. ഇനി അടൂർ പ്രകാശിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്താൽ എന്താ സ്ഥിതി? അടൂർ പ്രകാശിന് ചിലപ്പോൾ ഇയാളുമായിട്ട് ഫോൺ ബന്ധമുണ്ടാവാം, ചിലപ്പോൾ അടൂർ പ്രകാശിന് എന്തെങ്കിലും പിന്നെ പാരിതോഷികം കൊടുത്തിട്ടുണ്ടാവില്ലെന്നും പറഞ്ഞാൽ അത് കുറ്റമൊന്നും അല്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ കൊടുത്ത് അവരുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾ ജയിലിൽ പോകുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്തിനെക്കുറിച്ചിട്ടാണ് SIT അന്വേഷിക്കുന്നത്? SIT അന്വേഷിക്കുന്നത് 2019 2025 ഇടയ്ക്കുള്ള പിന്നെ പെരുങ്കൊള്ളയെ കുറിച്ചിട്ടല്ലേ? ആ പെരുങ്കൊള്ളയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള PS പ്രശാന്ത് അയാളിപ്പോഴും പുറത്തല്ലേ? ആ കൊള്ളയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ട് PS പ്രശാന്തനെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയല്ലേ നവംബർ 5 അവരുടെ വിധിന്യായത്തിൽ പറഞ്ഞത്. 19 മുതൽ 26 വരെയുള്ള ഖണ്ഡികയിൽ PS പ്രശാന്തനെ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കടകംപള്ളിയായി ബന്ധപ്പെട്ട് എത്രയോ ഫോട്ടോകൾ വന്നു. പോറ്റിയുടെ മകൻ്റെ നൂലുകെട്ടിന് പോയ ഫോട്ടോ വന്നു. പോറ്റിയുടെ അച്ഛന് കൊണ്ടുവന്ന് സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ വന്നു. പോറ്റിയുടെ ഒരു ബന്ധുവിൻ്റെ മകൾക്കെന്തോ പാരിതോഷികം കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ വന്നു. ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇരുന്ന് ചർച്ച നടത്തുന്നതിൻ്റെ ഫോട്ടോ വന്നു. ഇത്രയേറെ ബന്ധമുണ്ടായിട്ട്, അതുപോലെ തന്നെ ഇയാൾ പിന്നെ എന്താണ് ഇയാളുടെ ഓഫീസിലിരുന്ന് രഹസ്യാത്മകമായി കടകംപള്ളിയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ മുഖ്യമന്ത്രിയും ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു താക്കോൽദാനം നടത്തി പിണറായി വിജയന്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ സുഹൃത്തുക്കളെ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചെയ്യലുണ്ടോ? അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് 2-3 ഫോട്ടോ കൊടുന്നു, ഉടനെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു, അത് മാധ്യമങ്ങളെ മുഴുവൻ അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ പോലെ അല്ല, ഇതൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ജനങ്ങൾ ഇങ്ങനെ രാവിലെ ഒരു വൈകിട്ട് വരെ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഗോവിന്ദൻ ഉയർത്തുന്നത് തനി പൊട്ടത്തരവും തനി മരമണ്ടത്തരവുമാണ് എന്ന് ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ 2.5 മാസക്കാലമായി ജയിലിൽ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ എത്രയോ 10 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ സോണിയാഗാന്ധിയെ കണ്ട് ചരട് കെട്ടിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇയാളുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അയാൾ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അയാളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു 3 വീഡിയോ ചെയ്യാനുള്ള പൊട്ടത്തരം അയാൾ എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ ആവർത്തന വിരസത ആയിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ. ഇന്നിപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3-ാം തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ പാവങ്ങൾ എന്നുള്ള വാക്ക് പോലും ഡിക്ഷണറിയിൽ നിന്നെടുത്ത് മാറ്റേണ്ടി വരുമെന്നൊക്കെ പറയുന്ന നിലയിൽ പരിഹാസ്യനായി കൊണ്ടിരിക്കുകയാണ് ഈ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ എന്ന് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഇയാളുടെ ഈ പൊട്ടത്തരവും ഈ മരമണ്ടത്തരവൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ വേറെ ഏതോ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമേ നമുക്ക് അയാളെ കാണാൻ കഴിയുള്ളൂ. കഷ്ടം തന്നെ എന്ന് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ.